ഇന്നലെ ഡോക്ടർ റവൺസിന് വന്നപ്പോഴത്തേക്കിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് വൈകിട്ട് ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം, വയറൊന്നും വേദനിച്ചില്ലെങ്കിൽ നാളത്തേന് ഡിസ്ചാർജ് ആക്കാമെന്ന് കേട്ടോ. മോരും ചോറും തോരനും ഒക്കെ ഒന്ന് കൊടുത്ത് നോക്കുക, എരിവും പുളിയൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാമെന്ന് പറഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. മിനിഞ്ഞാന്നെല്ലാം കഞ്ഞിയും ഉപ്പും മാത്രമേ ഉള്ളായിരുന്നു. മിനിഞ്ഞാന്നല്ല, നമ്മൾ വന്ന അന്ന് മുതൽ കേട്ടോ. ഇന്നലെ വൈകിട്ട് ഫുഡൊക്കെ കൊടുത്തു, ആൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ രാവിലെ കുറച്ച് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. ബ്ലഡൊക്കെ നോർമൽ ആണെങ്കിലേ വിടുകയുള്ളെന്നും പറഞ്ഞായിരുന്നു കേട്ടോ. രാവിലെ അബീനെ എണീപ്പിച്ച് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു. പിന്നെ കുത്തിവെപ്പൊക്കെ ഉണ്ടായിരുന്നു, വെളുപ്പിനെ തന്നെ അതൊക്കെ എടുത്ത് അതിന് ശേഷം ഞാൻ നേരത്തെ എണീറ്റ് പല്ലൊക്കെ തേച്ചൊന്ന് റെഡിയാകുവാണ്. ഏട്ടായി പോകുന്നതിനിപ്പുറം പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പിള്ളേരുടെ അടുത്ത് നിങ്ങൾ മാറണ്ടല്ലോ. 10-10:30 ആകുമ്പോഴത്തേക്കിനും അച്ഛനും അമ്മയൊക്കെ വരും. അപ്പം അതിന് മുന്നേ എൻ്റെ പരിപാടികളൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ്. രാവിലെ എണീറ്റ് കുറച്ച് തുണി ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കഴുകിയിട്ടു. പിന്നെ വന്നിട്ട് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് റെഡിയായി. അപ്പോഴത്തേക്കിനും ഏട്ടായി പോയിട്ട് കുറച്ച് മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു, അതും മേടിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്ത് കാപ്പിയൊക്കെ മേടിച്ച് തന്നിട്ട് ആൾ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അബിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നലെ വൈകിട്ട് മുതൽ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. വന്ന സമയത്ത് വയറുവേദന എടുത്ത് ഉച്ചം കുത്തി നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് പേടിച്ച്, ആദ്യം ഓർത്ത് യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കുമെന്ന്. പിന്നെ ഞാൻ ഓർത്ത് അപ്പൻഡിക്സ് പോലെ വല്ലതും ആണോ, മരുന്നൊക്കെ കൊടുത്തിട്ടും കുറയുന്നൊന്നും ഇല്ലല്ലോ എന്നോർത്ത് നന്നായിട്ടൊന്ന് പേടിച്ച്. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ് ജങ്ക് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല പിള്ളേർക്ക്. പിന്നെ നമ്മളിങ്ങനെ കുഞ്ഞ് വരുന്ന ജ്യൂസ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ബോട്ടിലായിട്ട് വരുന്ന അങ്ങനത്തെ ഒന്നും പിള്ളേർക്ക് കൊടുക്കരുത്. പിന്നെ ലേസ് അങ്ങനെയൊക്കെ ഒത്തിരി കഴിക്കുന്ന പിള്ളേർക്ക് ഇത് പോണക്ക് ഇങ്ങനെ വേദനയാണെന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പം മാക്സിമം കുഞ്ഞു പിള്ളേർക്ക് അങ്ങനെ ഒന്നും കൊടുക്കാൻ പാടില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് ഒക്കെ കഴിക്കാൻ പാടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അബിയാണെങ്കിൽ ഏത് കടയിൽ കയറിയാലും അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അരിച്ച് പറക്കി വാങ്ങിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ. പിന്നെ കൊച്ചല്ലേ ആഗ്രഹം പറയുമ്പോൾ നമ്മൾ മേടിച്ച് കൊടുക്കുമല്ലോ. ഇനി മുതൽ അങ്ങനെ ചെയ്യത്തേ ഇല്ല കേട്ടോ. എനിക്ക് മതിയായി, ഞാൻ ശരിക്കും ഒന്ന് ടെൻഷൻ അടിച്ച്. ഇന്നലെയൊക്കെ ആണെങ്കിലും മുട്ടായി വേണം, കടക്കിലോട്ട് ഇറങ്ങുമ്പോഴേ മുട്ടായി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും കൊടുത്തേക്കരുത്, ഒരാഴ്ചയിലും മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരുള്ളവരെല്ലാവരും ശ്രദ്ധിച്ചോളുക. നമ്മളിങ്ങനെ ജങ്ക് ഫുഡ് കാര്യങ്ങളൊന്നും പിള്ളേർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പഴയ കാച്ചിൽ, ചേമ്പ്, ചേന അതിലേക്കൊക്കെ തിരിച്ചു പോയാൽ നമുക്ക് ആരോഗ്യമായിട്ട് ജീവിക്കാം കേട്ടോ. അപ്പം എന്തായാലും ഇപ്പോൾ ഓക്കെയാണ്. ഡോക്ടർ റൗണ്ട്സിന് വന്ന് പറഞ്ഞു. അപ്പം നമുക്കിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് വൈകിട്ടത്തേന് ഏകദേശം നമുക്ക് വീട്ടിൽ പോകാം.